ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ജിജോ വിജയ് എന്നാണ്. ഞാനൊരു ട്രാവൽ ബ്ലോഗറാണ്. അപ്പോൾ ഈ ചുരം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നിറയെ റബ്ബർ എസ്റ്റേറ്റാണ് ഇവിടെ പോകുന്നത്. താമരശ്ശേരി കഴിഞ്ഞാൽ പിന്നെ നിറയെ റബ്ബർ എസ്റ്റേറ്റാണ്, കയറ്റമാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരിക്കലും വരണ്ട സ്ഥലങ്ങളാണിത്. മലനിരകൾ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. രാവിലെ സമയം ഏകദേശം 7:20. നിറയെ റബ്ബർ എസ്റ്റേറ്റ് ഇവിടെ കാണാൻ പറ്റും. കുത്തനെയുള്ള കയറ്റമാണ് സുൽത്താൻ ബത്തേരി വരെ. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഒരു ഇടുക്കി ജില്ലയുടെ ഒരു ചില മലകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ റബ്ബറാണ് കൂടുതലും കൃഷി ഇവിടെ എല്ലാം. വൈബുള്ള സ്ഥലമാണ് ശരിക്കും. വളരെയധികം ലക്ഷറി റിസോർട്ട്സ് ഇവിടെയുണ്ട്. നമുക്ക് ഈ ലക്ഷറി റിസോർട്ട്സ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള റിസോർട്ട്സ് ഉണ്ട്. പക്ഷേ ഹോം സ്റ്റേസ് ഉണ്ട്. അതുപോലെ പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് താമസിക്കാം. ഇഷ്ടം പോലെ വണ്ടി പാസ് ചെയ്യുന്നുണ്ട് സൈഡിലൂടെ. ഒരു പ്രത്യേക വൈബുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഒരു യാത്രക്കാരനാണെങ്കിൽ, സഞ്ചാരിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളതൊക്കെ. താമരശ്ശേരി ചുരം. മഞ്ഞുമരം നിറയെ നിൽക്കുന്നു. പാലമരം, യക്ഷി ഇവിടെ ഉണ്ടോയെന്ന് സംശയമുണ്ട്. പിന്നെ പനയുണ്ട്, നിറയെ പനങ്ങളിൽ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ ഇടുക്കി ജില്ലയിലുണ്ട് ഇഷ്ടം പോലെ പന. ഇങ്ങനെ പനമരം. പിന്നെ റോഡ് നിറച്ചും റിസോർട്ടിൻ്റെ പരസ്യവും പിന്നെ ജ്വല്ലറിയുടെ പരസ്യമുണ്ട്. വലിയ വലിയ ഫ്ലെക്സ് ഹോർഡിങ്സൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം കയറുവാണ് പതുക്കെ നമ്മൾ. വില്ലോ റിസോർട്ട്സ്, അമ്പലവയൽ. അടിപൊളി സ്ഥലങ്ങളായത് മൊത്തം.